എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നടുവേദന എന്ന വിഷയത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പേര് പ്രയാസപ്പെടുന്ന ഒരു ബുദ്ധിമുട്ടാണ് നടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു നടുവേദന അല്ലെങ്കിൽ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ആദ്യം ഒന്നില്ലെങ്കിൽ ഓർത്തോ സ്പെഷ്യലൈസ്ഡ് ഡോക്ടറെ അടുത്ത് പോവും, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ പോവും, അല്ലെങ്കിൽ ആയുർവേദ സെൻറ്ററിൽ പോവും. ഇനി അതൊന്നും അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചിടുക അല്ലെങ്കിൽ വലിച്ചിടുക എന്നൊക്കെ പറയുന്ന പല സെൻറ്ററുകളിൽ എവിടെയാണോ ആശ്വാസം കിട്ടുന്നത് അവിടത്തേക്ക് ഓടിപ്പോകുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നടുവേദന, അല്ലെങ്കിൽ നടുവിനൊരു പ്രയാസം വരുമ്പോൾ ഓടിപ്പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ഒന്ന് ചിന്തിക്കണം, എന്താണ് നടുവേദന എന്നുള്ളത്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നടുവേദന എന്ന് പറയുന്നത് ഒരു രോഗമല്ല. നടുവേദന വരുമ്പോൾ സാധാരണ നിലയിൽ എല്ലാവരും പല ഇടങ്ങളിലേക്ക് എവിടെ ആശ്വാസം കിട്ടുമെന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന രീതിയാണ് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്നത്. എന്നാൽ നമ്മൾ നടുവേദന വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, എന്താണ് നടുവേദന അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് വളരെ ഈസി ആയിട്ട് അതിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പം എന്താണ് നടുവേദന എന്ന് ചോദിച്ചാൽ, നമ്മുടെ നടുവിൻ്റെ നട്ടെല്ലുകളുടെ ആ ഒരു രീതി, കശേരുക്കൾ എന്ന് പറയും, അല്ലെങ്കിൽ സ്പൈൻ എന്ന് പറയുന്നത്, സ്പൈൻ ബോൺസ്, നമ്മുടെ കഴുത്തിൻ്റെ അവിടം തൊട്ട് ലോവർ ബാക്ക് വരെയുള്ള നട്ടെല്ല് എന്ന് പറയുന്നത് എല്ലാം ഓരോ കഷ്ണം എല്ലുകളാണ്, ഓരോ പീസ് എല്ലുകളാണ്. ഈ എല്ലുകൾ എന്ന് പറയുന്നത് പരസ്പരം യാതൊരു ബന്ധവുമില്ല, എല്ലാം ഓരോരോ കഷ്ണം എല്ലുകളാണ്. എന്നാൽ ഇതെല്ലാം യഥാസ്ഥാനങ്ങൾ അവിടെ ഫിക്സ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത് അവിടുത്തെ മസിൽസാണ് ഇതിനെ യഥാസ്ഥാനങ്ങളിൽ ഫിക്സ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ അല്ലെങ്കിൽ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് ഇങ്ങനെ IVDP എന്ന് പറയുന്ന ഒരുപാട് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നടുവേദനയായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതെല്ലാം വരുന്നത് ഈ എല്ലുകളുടെ പൊസിഷൻ അല്ലെങ്കിൽ എല്ലിൻ്റെ സ്പേസ് മാറുന്നു അല്ലെങ്കിൽ പൊസിഷൻ മാറുന്നു, ഇങ്ങനത്തെ പ്രോബ്ലംസ് കൊണ്ടാണ് ഈ നടുവേദന വരുന്നത്. അപ്പം ഈ നടുവേദന വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ട് എല്ലുകൾ തമ്മിലുള്ള സ്പേസ് അടുത്ത് പോവുകയോ അകന്നു പോവുകയോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ് അവർക്ക് നടുവേദന അല്ലെങ്കിൽ പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് വാസ്തവത്തിൽ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. നമുക്ക് ഒരു മനുഷ്യന് രണ്ട് രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും. ഒന്ന് സ്ട്രക്ചറൽ പ്രോബ്ലം, രണ്ട് ഫങ്ഷണൽ പ്രോബ്ലം. ഫങ്ഷണൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, BP ഉണ്ടാകാം, ഡയബറ്റീസ് ഉണ്ടാകാം. ഇങ്ങനത്തെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ഓറൽ മെഡിക്കേഷനിലൂടെ, വായിലൂടെ മരുന്ന് കഴിച്ച് നമുക്കിതിനെ മാറ്റാനായിട്ട് സാധിക്കും. ഈസിയാണ്, യാതൊരു പ്രയാസവുമില്ല. എന്നാൽ സ്ട്രക്ചറൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും മരുന്നല്ല കഴിക്കേണ്ടത്. കാരണം അതിന് നമ്മൾ ഓറൽ മെഡിക്കേഷൻ കൊണ്ട് നമുക്ക് ഒരു ഉപയോഗവും ഇല്ല. കാരണം സ്ട്രക്ചറൽ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത ഷേപ്പിന് വരുന്ന വ്യത്യാസം എന്ന് പറയും. അപ്പോൾ എന്താ ഷേപ്പിന് വ്യത്യാസം വരുന്നതെന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ, ഞാൻ എൻ്റെ കൈയൊന്ന് ഉളുക്കി, അല്ലെങ്കിൽ ഞാൻ താഴെ വീണ് എൻ്റെ കൈയൊന്ന് ട്വിസ്റ്റായിപ്പോയി, ജോയിൻ്റ് ഡിസ്ലൊക്കേറ്റ് ആയി, ഞാൻ അതിന് വായിലൂടെ മരുന്ന് കഴിച്ചാൽ അതിന് ഒരു പരിഹാരവും കിട്ടില്ല. ഈ ഒരു പ്രോബ്ലത്തിന് വായിലൂടെ മരുന്ന് കഴിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ സൊല്യൂഷൻ. മറിച്ച് ഇതിനെ കറക്റ്റായിട്ട് വെച്ച് കെട്ടി പ്രോപ്പറായിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ വായിലൂടെ മരുന്ന് കഴിക്കുകയല്ല അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്. അതിനെ വെച്ച് കെട്ടി കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് കെട്ടിവെക്കുക. ഇതാണ് സ്ട്രക്ചറൽ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഡിസ്കിന് അല്ലെങ്കിൽ നടുവിനൊരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. ആ സ്ട്രക്ചറൽ പ്രോബ്ലത്തിന് നമ്മൾ ഓറലി മരുന്ന് കഴിച്ച് നമുക്കതിനെ ഒരിക്കലും മാറ്റാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ഇന്ന് ഏത് ഹോസ്പിറ്റലിൽ പോയാലും നടുവേദനയായിട്ട് ഒരു രോഗി ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് കൊടുത്തു വിടുന്ന ഒരു പ്രവണത നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇത് മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല. ഇതിന് നിങ്ങൾ ₹1 മരുന്ന് പോലും അകത്തേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നടുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളത് ഫസ്റ്റ് ഡയഗ്നോസ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ പ്രോബ്ലം വരുന്നത്? എൻ്റെ ഡിസ്കിൻ്റെ പ്രോബ്ലം ആണോ? എൻ്റെ നെർവ്സിന് എന്തെങ്കിലും കംപ്രഷൻ വന്നിട്ടുണ്ടോ? സ്പൈനൽ കോഡ് ജാം ആയിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് കൺഫേം ചെയ്യുക.
അതിന് സൊല്യൂഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് സൊല്യൂഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. ഇപ്പോൾ എക്സാമ്പിൾ ഡിസ്ക് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഡിസ്ക് പ്രോബ്ലം. ഡിസ്ക് ബൾജ് ആവുക, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊട്രൂഷൻ ആവുക, അല്ലെങ്കിൽ ഡിസ്ക് ഹെർണിയേഷൻ സംഭവിക്കുക. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് മേജറായിട്ട് കണ്ടുവരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നടുവിന് വരുന്ന ഈ പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ആ വ്യക്തിക്ക് സിവിയർ നടുവേദന വരും. അതുപോലെ തന്നെ അവരുടെ നെർവ്സ് ജാമായിട്ട് കാലിലോട്ട് റേഡിയേറ്റിംഗ് ടൈപ്പ് പെയിനും നംനെസ്സും കാലിന് ബലക്കുറവും ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വരും. അവർക്ക് നടക്കാൻ പോലും പറ്റാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇങ്ങനത്തെ കേസുകൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മോഡേൺ സയൻസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതിന് സർജിക്കൽ പ്രൊസീജിയറാണുള്ളത്. മൈക്രോ ഡിസെക്ടമി പോലത്തെ സർജറി അവർ ചെയ്യുന്നുണ്ട്. ഈ സർജറി ചെയ്യുമ്പോഴും എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പെയിൻ റിലീഫ് കിട്ടും എന്നല്ലാതെ ആ കാലിലോട്ടുള്ള നംനെസ്സോ മറ്റു കാര്യങ്ങൾക്കോ റിലീഫ് കിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ സർജറി ചെയ്താലും അവർക്കൊരു കംപ്ലീറ്റ് റിക്കവറി നമുക്ക് അതിൽ നിന്ന് കിട്ടാതെ വരുന്നു. ആയുർവേദത്തിൽ നമുക്കിതിന് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പഴയ കാലങ്ങളിൽ ഇതിന് ചെയ്തുകൊണ്ടിരുന്നത് ട്രാക്ഷൻ ആയിരുന്നു. അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ പഴമക്കാർ മണലുകിഴി കെട്ടി കട്ടിലിൽ വെയിറ്റ് കെട്ടി കിടക്കുമായിരുന്നു. ഇത് ചെയ്യുമ്പോൾ എല്ലിന് അടുത്ത് പോയ എല്ലിന് അകലം വരും. അകലം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിസ്കിൻ്റെ ബൾജ് റിക്കവർ ആവും. ബൾജായ ഡിസ്ക് ഓട്ടോമാറ്റിക്കായിട്ട് തിരികെ അകത്തോട്ട് കയറും. നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ആവും. നെർവിൻ്റെ കംപ്രഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും റിലീസാവും. ഡിസ്കിൻ്റെ ബൾജ് ഉണ്ടെങ്കിൽ അതും റിക്കവർ ആവും. അപ്പോൾ നമ്മുടെ അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്യാനായിട്ട് നമുക്ക് ട്രാക്ഷൻ മെത്തേഡ് മതിയായിരുന്നു. പണ്ട് അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അന്ന് ഒക്കെ ഉള്ള ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഏകദേശം 3 മാസം മണലുകിഴി കെട്ടി കിടക്കണമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് അതിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറിയും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഈ മെഷീനറി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് വേഗത്തിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ട്രാക്ഷൻ ചെയ്ത് നമുക്ക് ബോൺ അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്ത് നമ്മുടെ എല്ലുകളുടെ പൊസിഷൻ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ബോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. ഈ ബോൺ അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ എല്ലുകളുടെ പൊസിഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് ആ യഥാസ്ഥാനങ്ങളിലേക്ക് എല്ലുകളെ കൊണ്ടുവരുവാനും ആ കറക്ഷൻ ചെയ്യുന്നതിലൂടെ ഡിസ്കിൻ്റെ പ്രോബ്ലം, ഡിസ്ക് പ്രൊട്രൂഷൻ, ഇങ്ങനെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നെർവ് കംപ്രഷൻ ഉണ്ടെങ്കിലും അതിനെല്ലാം കറക്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ സ്പൈൻ്റെ അലൈൻമെൻറ്റ് കറക്ഷൻ ആവും. ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാം, ഇത് ഫിസിയോതെറാപ്പിയിലും ചെയ്യുന്നില്ലേ? വളരെ ശരിയാണ്, ഇത് ഫിസിയോതെറാപ്പിയിലും നമുക്ക് അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന് വരുന്ന ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിന് റിക്കറൻറ്റ് ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തു, അപ്പോൾ നേരെ നല്ല ആശ്വാസം കിട്ടി, വേദനയെല്ലാം മാറി. ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ വ്യക്തിക്ക് വീണ്ടും നടുവേദന വരുന്നു. ഇതാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അലൈൻമെൻറ്റ് കറക്ഷൻ കറക്റ്റ് ചെയ്താൽ മാത്രം പോരാ, നമ്മൾ അവിടുത്തെ മസിൽസിനെയും കൂടി സ്ട്രെങ്തൻ ചെയ്യണം. എന്താണ് മസിൽസിൻ്റെ സ്ട്രെങ്തൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ ഈ എല്ലുകളെയെല്ലാം യഥാസ്ഥാനങ്ങളിൽ അവിടെ ഫിക്സ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അവിടുത്തെ മസിൽസാണ്. അപ്പം നമ്മൾ എല്ലാം അടുത്ത് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടുത്തെ മസിൽസ് വീക്കായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് മസിൽസ് വീക്കായി എന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ നമ്മുടെ തട്ടാകാം, മുട്ടാകാം, വീഴ്ചയാകാം, നമ്മുടെ ലൈഫ് സ്റ്റൈലാകാം, എന്തുമാകാം, അത് നമുക്കറിയില്ല. പക്ഷേ ഏതോ കാരണത്താൽ നമ്മുടെ ആ ഭാഗത്തെ മസിൽസ് വീക്കായി, മസിൽസ് വീക്കായതുകൊണ്ടാണ് നമ്മുടെ എല്ല് പൊസിഷൻ നീങ്ങിയത്. ഇപ്പോൾ നമ്മൾ ബോൺ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ സ്പൈൻ അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്യുമ്പോൾ എല്ലുകളുടെ പൊസിഷൻ കറക്റ്റായി, പക്ഷേ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അവിടുത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഇരിപ്പ്, നടപ്പ്, കിടപ്പിൻ്റെ ഭാഗമായിട്ട് ഇത് പിന്നെയും അടുത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഓപ്റ്റ് ചെയ്യുന്നത്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഇതിന് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മസിൽസ്, ലിഗമെൻറ്റ്സ്, ജോയിൻറ്റ്സ് ഇതെല്ലാം ലൂസാവും. അതുകൊണ്ടാണ് പഴമക്കാർ പറയുന്നത് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ശരീരം ഇളതാകും, റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയുന്നത് പഴമക്കാർ പറയുന്നത് അതുകൊണ്ടായിരുന്നു. നമ്മുടെ ശരീരത്തിലെ ഹെൽത്തി ആയിട്ടുള്ള മസിൽസും വീക്കായിട്ടുള്ള മസിൽസും എല്ലാം ഒരുപോലെ ലൂസാവും. അതിനുശേഷം ഇത് റീസ്റ്റോറേഷൻ നടക്കും. ഈ റീസ്റ്റോറേഷൻ നടക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള മസിലും വീക്കായിട്ടുള്ള മസിലും ഒരുപോലെ ഹെൽത്തി ആയിട്ട് റീസ്ട്രെങ്തൻ ആവും. ഈ റീസ്ട്രെങ്തനിങ് നടക്കുമ്പോൾ എല്ലുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പഴയ പൊസിഷനിലേക്ക് വന്ന് ഹോൾഡ് ആവും. വാസ്തവത്തിൽ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം എല്ലുകളെ പിടിച്ച് ഉന്തുവോ തള്ളുവോ നീക്കുവോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ ഒരു ഓട്ടോ കറക്ഷനാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളെല്ലാം മസിൽസ് എല്ലാം റീസ്ട്രെങ്തൻ ആകുമ്പോൾ എല്ലുകളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ആക്ച്വൽ പൊസിഷനിലേക്ക് ഹോൾഡ് ആവും. അപ്പം എല്ലുകളെല്ലാം സ്ട്രെങ്തനായിട്ട് ഒരേ ലൈനിൽ അവരവരുടെ പൊസിഷനിൽ ഫിക്സ് ചെയ്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇതാണ് ആയുർവേദ ട്രീറ്റ്മെൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഒരു ബാക്ക് പെയിൻ അല്ലെങ്കിൽ ഒരു ഡിസ്ക് പ്രോബ്ലം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അതിന് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ബോൺ അലൈൻമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് നെസസറിയാണ്. അത് മാത്രം പോരാ, ആയുർവേദ ട്രീറ്റ്മെൻറ്റും വേണം. ഇത് രണ്ടും ചെയ്തെങ്കിലാണ് ആ വ്യക്തിയെ പ്രോപ്പറായിട്ട് നമുക്ക് അത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നടുവേദനയായിട്ട് ഒരു വ്യക്തി പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളതിന് 1 രൂപയുടെ മരുന്ന് നിങ്ങളകത്തോട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് മരുന്ന് കഴിച്ച് മാറ്റേണ്ട അസുഖമല്ല. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഇത് എവിടെയെങ്കിലും പോയി ബ്ലൈൻഡായിട്ട് നിങ്ങളതിനെ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അതിൻ്റെ റീസൺ എന്ത് എന്ന് നിങ്ങൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതിന് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. നടുവേദനയാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്ക് പ്രോബ്ലം അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങളതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് അതിനെ കൃത്യമായിട്ട് ബോൺ അലൈൻമെൻറ്റ് കറക്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ മസിൽ സ്ട്രെങ്തനിങ്ങിന് വേണ്ട ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഇതെല്ലാം ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു.